ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ഓം പത്മപുരാണത്തിലെ വേദസാര ശിവസഹസ്രനാമ സ്തോത്രം, അതിൻ്റെ ഒരു ആമുഖം പറയണു. ശങ്കര കവച സഹസ്രനാമ സ്തോത്രാദികളെ പറയുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പത്മപുരാണത്തിലുള്ളത്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഇവിടെ മഹാദേവനെ നന്നായിട്ട് സ്തുതിച്ചു. സ്തുതിച്ചതിന് ശേഷം വ്യാസൻ പറയണു, ദ്വാരകയിലേക്ക് കൃഷ്ണദർശന ലാലസന്മാരായിട്ടുള്ള മഹാമുനികൾ, മാർക്കണ്ഡേയൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ കണ്ടു, സ്തുതിച്ചു. ഭഗവാന്റെ ഒരു രൂപത്തെ അവിടെ പ്രത്യേകിച്ച് വർണ്ണിക്കുന്നുണ്ട്. നല്ല പീതാംബര പട്ടമൊക്കെ ധരിച്ച് ഭഗവാൻ രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച്, ശ്രീകൃഷ്ണനാണ്, രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച്, അതേപോലെ ഉച്ചസന്ധ്യ ആ നേരത്ത് സൂര്യോപസ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് എന്നാണ്. അങ്ങനെ ശിവപൂജയൊക്കെ ചെയ്ത്, അതേപോലെ ഈ ഗന്ധം, പുഷ്പം, അക്ഷതം ഇങ്ങനെയൊക്കെ വേണ്ട വിധി പ്രകാരത്തിൽ എന്ന് സാരം. അത് പൂജയ്ക്ക് ഉപയോഗിച്ചത്, പിന്നെ സ്ഥലശുദ്ധിക്ക് അങ്ങനെയുള്ളതൊക്കെ വിതറിയിട്ട് അങ്ങനല്ലേ. അങ്ങനെ 16 ഉപചാരത്തോട് കൂടിയിട്ട് ശിവപൂജ കഴിഞ്ഞുള്ള സമയത്താണ് കൃഷ്ണനെ ഈ മാർക്കണ്ഡേയ മഹർഷിമാരൊക്കെ കൂടിയിട്ട് കാണുന്നത്. അവർ മഹാദേവനെ സ്തുതിക്കുന്നത് നല്ലോണം കേൾക്കുകയും ചെയ്തു. അനന്യമാനസന്മാരായിട്ടാണ് ഈ മഹാദേവനെ കൃഷ്ണൻ്റെ ഒപ്പം ഈ മഹർഷികളും മഹാദേവനിൽ നിന്നും പ്രീതിയെ സമ്പാദിക്കാൻ, അനുഗ്രഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സ്തുതിച്ചത്. അപ്പോൾ ഈ മാർക്കണ്ഡേയൻ പ്രത്യേകമായിട്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ്, മഹാദേവനെ പൂജിക്കാൻ മഹാവിഷ്ണുവായിട്ടുള്ള അവതാരമായിട്ടുള്ള അങ്ങ് ഈ ഉത്സാഹം കാണിക്കാനുള്ള കാരണം എന്താ? അങ്ങയാൽ പോലും പൂജിക്കപ്പെടുന്നുവല്ലോ, അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വ്യാസൻ അവിടെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് തൻ്റെ പുരാണത്തിൽ താനാണ് എഴുതിയത്. അതിനെക്കുറിച്ചൊന്ന് പറയണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അങ്ങയുടെ ചോദ്യം വളരെ ഉത്തമമായി. ശിവസ്മരണയ്ക്ക് വീണ്ടും ഒരു കാരണം കിട്ടിയല്ലോ, അത് എനിക്കും വളരെ ഉപകാരപ്രദമായി എന്ന് പറയുകയാണ്. ഭഗവാന്റെ മഹത്വം, ഭഗവത് ഭാവം കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. കാരണക്കാരനാണ് ഭഗവാൻ എല്ലാറ്റിനും. ഈ പ്രപഞ്ചത്തിൽ ജ്യോതിസ് മുഴുവൻ ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് മഹാദേവൻ തന്നെയാണ് 3 ഭാവത്തെ സ്വീകരിച്ചത്. ഭഗവാന്റെ മഹത്വത്തെ എല്ലാം ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, സാക്ഷിയായിട്ടിരിക്കുന്നു, ഒന്നിനോടും ഒട്ടലില്ലാതെ കണ്ട്, എന്നാൽ എല്ലാറ്റിലും ചേർന്നുകൊണ്ട് സദാസമയത്തും ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ബ്രഹ്മഭാവത്തിലുള്ള ഭഗവാൻ സൃഷ്ടി സമയമായി കഴിഞ്ഞപ്പോൾ തൻ്റെ ഇടത് ഭാഗത്തുനിന്ന് വിഷ്ണുവായിട്ടുള്ള ഞാൻ ഉണ്ടായി. പിന്നെ വലത് ഭാഗത്തുനിന്ന് ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, സൃഷ്ടികർത്താവായിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. മധ്യഭാഗത്തുനിന്ന് മഹാദേവനും സ്വയമേവ ഉണ്ടായി. ആ സമയത്ത് രുദ്രൻ എന്ന പേരിലാണ് ഉണ്ടായത്. അതിനുശേഷം 3 പേരും കൂടിയിട്ട്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ 3 പേരും കൂടിയിട്ട് ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. അവിടെ ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനെ, മഹാദേവനെയാണ് സ്തുതിച്ചത്. അപ്പോൾ മഹാദേവനെ സ്തുതിച്ചതിൻ്റെ ശേഷം മഹാദേവൻ പറയുകയാണ്, തപസ് ചെയ്യൂ.
വിചാരവും വാക്കും പ്രവൃത്തിയും എന്നെക്കുറിച്ച് ആവണം. ധ്യാന, പൂജ, ജപം തുടങ്ങിയത് മുഴുവൻ കാമക്രോധ, ഈ ഷഡൂർമി, ഷഡ്വരി, ഷഡ് അരി, ഇങ്ങനെയുണ്ടല്ലോ, പലതുണ്ടല്ലോ. നെഗറ്റീവ്സ് ആയിട്ടുള്ള 41 തരമുണ്ട്. അത് മുഴുവൻ ഉപേക്ഷിച്ചു കൊണ്ട് എന്നെ തപസ് ചെയ്യൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ദേവന്മാർ അങ്ങ് ബ്രഹ്മഭാവത്തിലാണ് ഉള്ളത്, അങ്ങയെ അറിയുക എന്നത് സാധ്യമല്ല. എങ്ങനെയാണ് ഈ തപസ്സിൻ്റെ ഒരു വിധി വേണ്ടത്, ഏത് പ്രകാരത്തിലാണ് തപസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഭക്തിയോട് കൂടിയിട്ട് എന്നെ ഭജിച്ചോളൂ, എല്ലാ പാപവും തീരും, ഭുക്തിയും കിട്ടും, മുക്തിയും കിട്ടും. അതിന് എളുപ്പമുള്ള ഒരു മാർഗം അത് ഞാൻ പറയാം. അതാണ് ഇവർക്ക് ആവശ്യം. സഹസ്രനാമം ജപിച്ചോളൂ എന്നാണ്. സഹസ്രനാമ സദ്വിദ്യാം ജപന്തു മമ സുവ്രതാഹ. നല്ല ഭാവം ഉണ്ടാവണം. അങ്ങനെ സഹസ്രനാമത്തെ ജപിച്ചോളൂ. വ്രതസ്ഥരായിരിക്കണം. അത് എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള പാപങ്ങളെയും തീർക്കും എന്നതുകൊണ്ട് സംസാരം പിന്നെ വേണ്ട. അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് ബ്രഹ്മചാരി ഭാവത്തിൽ, അതായത് ബ്രഹ്മചാരി വെച്ചാൽ ആശ്രമ വ്യവസ്ഥയിലുള്ള ബ്രഹ്മചാരി എന്നുള്ള അർത്ഥത്തിലല്ല, ബ്രഹ്മത്തിലേക്ക് ചേരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് എന്ന് സാരം. അതാണ്. അതേപോലെ ഭസ്മം ധരിക്കണം, മൗനം ദീക്ഷിക്കണം, പത്മാസനത്തിലിരിക്കണം. ഇനി ഭഗവാന്റെ രൂപത്തിനും ഇതേ ഭാവം തന്നെയാണ്. ബ്രഹ്മചാരിയായിട്ടുള്ള ഭഗവാൻ ഭസ്മധാരിയായിട്ട് മൗന ദീക്ഷയുള്ള പത്മാസനസ്ഥനായിട്ടുള്ള ഭാവത്തിൽ താമരയിലെ ശിവൻ ഇരിക്കുക. എല്ലാറ്റിനും ആധാരമായിട്ട് നിരാകാരനായിട്ട്, എന്നാൽ ആകാരമുണ്ട്. ലിംഗരൂപമാവാം, വേറെ രൂപമാവാം. നിരീശ്വരം മാത്രമല്ല, പാർവതി സഹിതം ശംഭും, ശിവപാർവതിമാരെ ഒപ്പം. ജടാ മുകുടമണ്ഡിതം, ജടയൊക്കെ ഉണ്ട്. അതൊരു മകുടം പോലെ, ഇങ്ങനെ ഒരു കിരീടം പോലെ. അതേപോലെ ചന്ദ്രശേഖരനാണ്, ഒരു നാളികേരപ്പൂള് പോലെയുള്ള അഷ്ടമിചന്ദ്രനെ ആണ് ശിരസിൽ ധരിച്ചെടുക്കുന്നത്. പുലിത്തോല് ഈ വസ്ത്രമായിട്ട് കൊടുത്തിരിക്കുന്നു. ആനയുടെ തോല് ഉത്തരീയമായിട്ടിട്ടിരിക്കുന്നു. കാളപ്പുറത്താണ് ഇരിക്കുന്നത്. ത്രയംബകം വില്ല് ധരിച്ചിട്ടുണ്ട്. എല്ലാ ദേവന്മാരാലും സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള, നമസ്കരിക്കപ്പെടുന്നതായിട്ടുള്ള പദദ്വന്ദ്വം. അപ്പോൾ അവിടെ 2 പേരുടെയും കാലുകളുണ്ട്. ശിവൻ്റെ ഉണ്ട്, പാർവതി ഉണ്ട്. 4 തൃപ്പാദങ്ങളെ ആശ്രയിക്കണം എന്നാണ്. അതേപോലെ നാഗയജ്ഞോപവീതം. യജ്ഞോപവീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂണുനൂല്. പാമ്പ് ആണ് പൂണുനൂലായിട്ട്. എന്നുവെച്ചാൽ എല്ലാ ആഭരണങ്ങളും പാമ്പാണ്. സാധാരണ ഗണപതിക്കാണ് പാമ്പ് പറയുക. അപ്പോൾ ഇവിടെ ശിവപാർവതിമാർ മാത്രമല്ല, ഗണപതി ഉണ്ടായിക്കോട്ടെ, സുബ്രഹ്മണ്യനും ഉണ്ടായിക്കോട്ടെ, ആ നിലയ്ക്ക് കണ്ടാലും വിരോധമൊന്നുമില്ല. ഭഗവാൻ സ്വതേ കുടുംബസ്ഥനാണ്. അങ്ങനെ കാണുന്നതാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടവും. ശിവനെ ഒറ്റയ്ക്ക് പൂജിക്കുന്നത് അത്ര താല്പര്യമില്ല. പിന്നെ ദക്ഷിണാമൂർത്തി ഭാവത്തിലൊഴിച്ച് ബാക്കിയെല്ലാം മഹാദേവന്, ഞാനും പാർവതിയും എൻ്റെ കുട്ടികളും എന്ന നിലയ്ക്ക് അങ്ങനെ ഭജിക്കുന്നതാണ് കൂടുതൽ മഹാദേവന് ഇഷ്ടം. പുറമേ കാണുമ്പോൾ ഒരു വല്ലാത്ത ഭാവമാണ്. ചുടലഭസ്മം ഇങ്ങനെയൊക്കെയാണല്ലോ, പിശാചികളാണ് കൂട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. സുപ്രസന്നനായിട്ടുള്ള ആ ഭഗവാനെ വിശ്വകായം, അതായത് വിരാട് രൂപം എന്ന് സാരം, ചിദാനന്ദമാണ്, ശുദ്ധമാണ്. അവ്യയനായിട്ടുള്ള ആ ഭഗവാനെ ഓങ്കാരം, ഓങ്കാരം കൊണ്ട്, ഓങ്കാര സ്വരൂപനാണ്. സഹസ്രശിരസനാണ്, സഹസ്രബാഹു, സഹസ്രപാദൻ,
സോമ സൂര്യ അഗ്നി ലോചനം. വലത്തെ കണ്ണ് സൂര്യൻ, ഇടത്തെ കണ്ണ് ചന്ദ്രൻ, നടുക്കിൽ അഗ്നി. ഇങ്ങനെയാണ് ഭഗവാന്റെ തൃക്കണ്ണുകൾ. അങ്ങനെയുള്ള മുക്കണ്ണ്. പിന്നെ എത്രയാ പ്രകാശം എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. സൂര്യകോടി പ്രകാശമാണ്. അതേപോലെ ഭഗവാന്റെ ഈ രൂപത്തെ, സീത്രൂ ആയിട്ടുള്ള ഈ രൂപത്തെ ആരാണോ ധരിക്കുന്നത്, അത് ഈ ഭവം മുഴുവൻ തീരാവുന്ന ഔഷധമായിട്ട് മാറുന്ന. ത്രിശൂലം ധരിച്ച് പശുപതിയായിട്ടിരിക്കുന്ന ഈ കാലസ്വരൂപി, കാരണസ്വരൂപി, കാലകാലൻ, കാമാരി, ദേവദേവൻ, ഇങ്ങനെയുള്ള മഹാദേവ ഭാവത്തിലായിരിക്കണം. അങ്ങനെയുള്ള മഹാദേവനെയാണ് സ്തുതിക്കേണ്ടത്. സ്തുതിച്ചു കഴിഞ്ഞാൽ കിട്ടുക, സഹസ്രനാമം കൊണ്ട് സ്തുതിച്ചു കഴിഞ്ഞാൽ കിട്ടുക ജ്ഞാനം കിട്ടും, വൈരാഗ്യം കിട്ടും, സച്ചിദാനന്ദം കിട്ടും, മഹായോഗിയാവും, ശാശ്വതമായിട്ടുള്ള ഐശ്വര്യാദികൾ, മഹായോഗീശ്വര പദവി ഒക്കെ കിട്ടും. താരകബ്രഹ്മ മന്ത്രം, ഓങ്കാരം, രാമ, ശിവ, ഇതൊക്കെ അതിൽ പെട്ടതാ. ഹരി ഒക്കെ അതിൽ പെട്ടതാ. അങ്ങനെയുള്ള ആ മഹാദേവനെ ഇങ്ങനെ ബ്രഹ്മാവ്, രുദ്രൻ, വിഷ്ണു, ഇന്ദ്രൻ, മറ്റ് ദേവകൾ, ഋഷിമാർ എല്ലാവരും ഒരേപോലെ തറ്റുടുത്ത് ഉത്തരയിട്ട് പവിത്രട്ട് ആചമനാദി ചെയ്ത് ന്യാസം ചെയ്ത് രക്ഷ ചെയ്ത് കവചം ജപിച്ച് മഹാദേവൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അതിവിശിഷ്ടമായിട്ടുള്ള വിശ്വാകാരത്തിൽ ഉള്ള മഹാദേവനെ സ്തുതിച്ച് ഭജിച്ച് സഹസ്രനാമത്തെ കേൾപ്പിക്കാം. അപ്പോൾ അത് ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം, കവചമന്ത്രം കൂടി കഴിഞ്ഞിട്ട് വേണം. ഇങ്ങനെ മഹാദേവനെ പൂജിക്കാനുള്ള അർഹത നേടൽ, നമ്മൾ സാധാരണ ഒരു പൂജാർഹത നേടുക എന്നുള്ളത് ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, അതേപോലെ അഗ്നിയെ കൂടി പ്രീതിപ്പെടുത്തിയിട്ടാണ് അർഹത നില, പൂജയ്ക്കുള്ളൊരു അർഹത നില എന്ന കൂട്ടത്തിൽ ഇവിടെ കവചം വായിച്ചതിൻ്റെ ശേഷം വേണം എന്നെ എല്ലാ അർത്ഥത്തിലും മഹാദേവൻ രക്ഷിക്കട്ടെ, 10 ദിക്കും രക്ഷിക്കട്ടെ, ദേഹരക്ഷ ചെയ്യട്ടെ, മനസ്സ് ശുദ്ധമാക്കട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആയുധങ്ങളെ കൊണ്ട് രക്ഷിക്കട്ടെ, ഭൂതപ്രേതാദികൾ വരാതെ കണ്ട് രക്ഷിക്കട്ടെ. ഇങ്ങനെ ഓം നമഃ ശംഭവേ ച മയോഭവേ ച ശങ്കരായ ച മഹേശ്വരായ ച ശിവായ ച ശിവതരായ ച, ഇങ്ങനെ നന്നായിട്ട് മഹാദേവനെ എല്ലാ അർത്ഥത്തിലും രക്ഷാകർത്താവായിട്ട് കൈലാസ പതിയായിട്ടുള്ള ആ ഭഗവാനെ നാഗാഭരണ ഭൂഷിതനായിട്ടുള്ള ഭസ്മോദ്ദോളിതനായിട്ടുള്ള പരാശക്തിയുടെ ഒപ്പം ഇരിക്കുന്നതായിട്ടുള്ള സൂര്യകോടി പ്രകാശം ചൊരിയുന്നതായിട്ടുള്ള ചന്ദ്രകോടി ശീതള ഭാവത്തെ തരുന്നതായിട്ടുള്ള രുദ്രനായിട്ടുള്ള സച്ചിദാനന്ദത്തെ തരുന്ന സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള സർവ ആത്മാവിലും ഇരിക്കുന്നതായിട്ടുള്ള സർവ ആത്മഭാവൻ ആയിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സഹസ്രനാമം തുടങ്ങുന്നത്. ഓം നമ പരായ ദേവായ ശങ്കരായ മഹാത്മനെ കാമിനെ നീലകണ്ഠായ നിർമ്മലായ കപർദിനെ. ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒടുക്കമായിട്ട് പറയുന്നത് മഹാദേവനെ പ്രാപിക്കാനോ പൂജിക്കാനോ അർഹത നേടുന്നത് തന്നെ വിഷമാണ്. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ ഈ എല്ലാ സത്ഫലങ്ങളെയും പിശാചാവസ്ഥയിലുള്ള പ്രേതങ്ങൾ കൂടി മുക്തി നേടും എന്നാണ്. അത്രയ്ക്കുണ്ട്. ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഇത് പണ്ട് അഗസ്ത്യ മഹർഷി ശ്രീരാമന് രാവണവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തിയെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അഗസ്ത്യൻ ഉപദേശിച്ചപ്പോൾ മഹാദേവനെ ഈ വേദസാര സഹസ്രനാമം കൊണ്ടാണ് സ്തുതിച്ചത്. വേദം അതിൻ്റെ മുഴുവൻ സാരത്തെയും
നല്ലവണ്ണം അറിയുന്നതായിട്ടുള്ള, വേദത്തെ മുഴുവൻ അറിയുന്നതായിട്ടുള്ള മഹാഋഷികളാണ്. അതിൽ മഹാദേവൻ്റേതായിട്ടുള്ള ഭാവങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പേര് മാത്രമല്ല പറയണത്, സ്ഥിരസ്ഥാണു പ്രഭുർമീമ എന്ന പോലെ പേരുകൾ മാത്രമല്ല പറയണത്, നമപരായ നിന്നാണ്. അപ്പോൾ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ടാണ്. എല്ലാ ഈ ലീലകൾ ചെയ്തിട്ടുള്ള അതിനൊക്കെ നാമമായിട്ട് വരും. ആ മഹാദേവൻ്റെ ഓരോ മൂർത്തിഭാവങ്ങൾക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കാട്ടിൽ ദണ്ഡകാരണ്യത്തിലൊക്കെ ഈ മഹാദേവനെ ഭജിച്ചുകൊണ്ട് വനവാസകാലത്ത് ശ്രീരാമൻ മഹാദേവനെ ആശ്രയിച്ചു. എല്ലാ ദിവസവും 3 നേരവും ഇത് ജപിച്ചു എന്നാണ്. അങ്ങനെ മഹാദേവൻ പ്രത്യക്ഷനായി. എന്നിട്ട് മഹാപാശുപതാസ്ത്രം കൊടുത്തു. ഒട്ടും ദുഃഖിക്കണ്ട കേട്ടോ, പറയാണ്. എന്താണ്? മഹാപാശുപതം ദിവ്യം പ്രഗൃഹാണ രഘുദ്വഹ. ഈ മഹാപാശുപതത്തെ സ്വീകരിച്ചോളൂ. ഏതത് ആസാദ്യ പൗലസ്ത്യം ജഹി മാ ശോകം അർഹസി. അങ്ങ് ദുഃഖിക്കണ്ട കേട്ടോ. ഈ പുലസ്ത്യ കുലത്തിൽ ജനിച്ചതായിട്ടുള്ള രാവണനെ വധിച്ചോളൂ. ഇങ്ങനെ ഭക്തിയോടുകൂടിയിട്ട്, പരാഭക്തിയോടുകൂടിയിട്ട് ഭജിക്കുന്നതായിട്ടുള്ള ഏതൊരു ഭക്തനെയും മഹാദേവൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ മാർക്കണ്ഡേയ മഹർഷിയോട് വേദസാര ശിവ മഹാമന്ത്രമായിട്ടുള്ള സഹസ്രനാമത്തെ ഇങ്ങനെ ആശ്രയിക്കൂ, സത്ഫലങ്ങളൊക്കെ ലഭിക്കും. മാത്രമല്ല വ്യാസൻ പറയുകയാണ്, അതിനുശേഷം പറഞ്ഞു, ഇത് എല്ലാ മഹർഷിമാർക്കും കൊടുക്കൂ, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൊടുക്കൂ, അവരെ കൊണ്ട് എന്നും ഇത് ജപിപ്പിക്കൂ. അവരുടെ ദുഃഖമില്ലാത്ത ഒരാളുമില്ല, ദുഃഖമില്ലാത്തതായിട്ടുള്ള ഒരു മർത്യനും ഭൂമിയിലില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ജാടേ. ദേഹമുണ്ടോ ദുഃഖമുണ്ട്. ദുഃഖത്തിൻ്റെ തീവ്രതയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. സഹിക്കാൻ പറ്റുന്നതും സഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഭാവം ഉണ്ടാവും. അത് ഏതിൽ നിൽക്കണമെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ ദുഃഖം സഹിക്കാൻ പറ്റുമെന്ന് ഒരാൾ പറയുകയാണെന്ന് വെച്ചാൽ അതിനെ അംഗീകരിക്കാം. എനിക്ക് ദുഃഖമേ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒന്നുമില്ല. ദേഹമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. അപ്പോൾ അത് മുഴുവൻ തീരും. സഹിക്കാൻ പറ്റാതാവുമെന്നർത്ഥം. ക്ഷമയോട് കൂടിയിട്ട് തിദിക്ഷാഭാവത്തിൽ സഹിക്കാൻ പറ്റും. അതാണ് തിദിക്ഷ എന്നുള്ളത്, സഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പിശാചായിട്ട് മാറിയിട്ടുള്ള, ദേഹം കിട്ടാത്തതായിട്ടുള്ള മുൻ വെച്ചാൽ പ്രേതാദികൾ, പൂർവികന്മാർ, മുത്തശ്ശന്മാരോ അതിൻ്റെ പൂർവികരായിട്ടുള്ള മുത്തശ്ശൻ മുത്തശ്ശി പല പരമ്പരകളുണ്ട്. ആ പരമ്പരകൾക്കൊക്കെ ഈ സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോൾ അവർക്ക് ആ ഭാവം കിട്ടും. നമുക്കും ഇതിൻ്റെ മുന്നേ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവും, ദേഹം കിട്ടാതെ കണ്ട് അന്ന് സഹായിച്ചവരും ഉണ്ടാവും. അവർക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചില ന്യൂനതകളുണ്ടെങ്കിൽ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഏതൊക്കെ ജന്മത്തിൽ എങ്ങനെയൊക്കെ ശരീരം ഉള്ള സമയത്തും ശരീരം ഇല്ലാത്ത സമയത്തും ദേവഭാവത്തിലും നരകത്ത് കിടക്കുമ്പോഴും സ്വർഗത്തിലിരിക്കുമ്പോഴും മർത്യഭാവത്തിലായാലും എല്ലാ സമയത്തും പല സഹായങ്ങൾ പലരിൽ നിന്നുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു കടം വീട്ടലും കൂടി ഇതുകൊണ്ട് സാധിക്കുന്ന അത്രയ്ക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ സഹസ്രനാമത്തെ ജപിക്കുക സകലവിധ പാപങ്ങളെയും ഇല്ലാണ്ടാക്കാൻ സാധിക്കും, ലോക രക്ഷയെ ചെയ്യും. അത്രയ്ക്കുണ്ട് അതിൻ്റെ. അതുകൊണ്ട് ഇത് ആശ്രയിച്ചോളൂ, ജപിച്ചോളൂ എന്നീ പ്രകാരം പറഞ്ഞ് ആ ശ്രീകൃഷ്ണൻ മാർക്കണ്ഡേയനെയും ഋഷികളെയും സന്തോഷിപ്പിക്കുകയാണ്. നമുക്കും അതേപോലെ തന്നെ ഈ ശിവസഹസ്രനാമവും കവചമൊക്കെ ജപിക്കാം. അതിന് ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമഃശിവായ നമഃശിവായ നമഃശിവായ. ഓം ഹ്രീം നമഃശിവായ. ഓം ഹ്രീം ഹൗം നമഃശിവായ. ഓം നമഃശിവായ. ഓം